അല്ല, പെട്ടെന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ താങ്കൾ CBIക്കെതിരെ പ്രതികരിക്കും, അങ്ങനെ ഒരു ദുരുദ്ദേശം കൂടി ഒരു പക്ഷേ ഈ വാർത്ത കൊടുപ്പിച്ച ആളുകൾക്ക് ഉണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം അങ്ങനെ ഒരു അവരായിട്ട് വാർത്ത കൊടുക്കുന്നതല്ല, അവരെ കൊണ്ട് കൊടുപ്പിക്കുന്നതാണ്. കാര്യം വെച്ചാൽ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഉടനെ പ്രതികരിക്കണം, അവർക്കെതിരെ പ്രതികരിക്കണം, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പ്രതികരിക്കണം. പ്രതികരിച്ചിട്ട് അവർക്ക് അതിൻ്റെ റൂട്ട് മാറ്റി വിടണം. അതാണ് പല രീതിയിൽ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കൊന്നത് ഇത് ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനയിലെ കൊന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഭരണകക്ഷിക്ക് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ, അതെനിക്ക് ഉറപ്പുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഇതല്ല, ഇതിൻ്റെ അപ്പുറവും ചെയ്യും. അവരെ അപ്പുറം ചെയ്യുന്ന ഏത് രീതിയിൽ വേണമെങ്കിലും പോയിട്ട് ഈ കൊലയാളികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ പൊയ്ക്കൊണ്ടിരിക്കും. അത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു ന്യൂസ്, ചിലപ്പോൾ അടുത്ത പ്രാവശ്യം വേറൊരു ന്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ അടുത്തൊരു ഭീഷണിയായിരിക്കും, അല്ലെങ്കിൽ പ്രലോഭനമായിരിക്കും. ഇങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കും. അവരുടെ രീതിയിൽ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഞാൻ എൻ്റെ വഴിയിൽ അങ്ങ് പോകും. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 20 പ്രതികൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്, റിമാൻഡിലാണ്. ഇപ്പോൾ CBI കൊടുത്ത FIRൽ 21 പേരുണ്ട്, ഒരാൾ കൂടിയുണ്ട്. അത് ഒന്നായി ഒതുങ്ങാൻ സാധ്യതയില്ല, കൂടുതൽ പേർ പ്രതികളായിട്ട് വരും, അതിനാണ് സാധ്യത, അല്ലേ? ഉറപ്പായിട്ടും അത് പ്രതിപട്ടികയിൽ ഉൾപ്പെടേണ്ടവർ ഇവർ കൂടിയാണ് എന്ന്. അതെ, പ്രതിപട്ടികയിൽ ഉൾപ്പെടേണ്ട ആൾക്കാരുണ്ട്. എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? എത്ര പേര്? കാര്യമെന്ന് എനിക്കിപ്പം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് വ്യക്തമായിട്ട് പറയാൻ ഇപ്പം പറ്റില്ല. ഞാൻ CBIയിലേക്ക് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പാണെങ്കിൽ CBIക്ക് മൊഴി കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ വളരെ വ്യക്തമായിട്ട് ആരൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ ഒന്നും മാറ്റി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ മൊഴി കൊടുത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ആരൊക്കെയാണ് പേരെന്ന് ഞാൻ പറയുന്നില്ല. വ്യക്തമായിട്ടുള്ള ഞാൻ പേര് പറഞ്ഞിട്ടുണ്ട് CBIക്ക് മൊഴി കൊടുക്കുന്നതിന് മുമ്പ്. അവരൊക്കെ തന്നെയാണ്, ഞാൻ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അവരൊക്കെ തന്നെയാണുള്ളത്. അവർ എല്ലാവരും ഉണ്ട്, ഈ മുതിർന്ന നേതാക്കന്മാരും എല്ലാവരും ഇതിനകത്തുണ്ട്. സഹായിച്ചവരും കൊന്നവരും എല്ലാവരും. പിന്നെ ഞാൻ പറയുന്നത് പോലെ ഞാൻ പറയുന്നത് തന്നെ ശരിയായിരിക്കണമെന്നില്ല ഒരിക്കലും. നമ്മുടെ സംശയങ്ങളുണ്ട്, പിന്നെ നമുക്ക് വ്യക്തമായ തെളിവ് കിട്ടിയിട്ടുമുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ആദ്യം എന്താണ് പറഞ്ഞിട്ടുള്ളത്. 25-ാം തീയതിയാണ്, അതായത് ഫെബ്രുവരി 25-ാം തീയതിയാണ് നമ്മൾ ആദ്യം മൊഴിയെടുക്കാനായിട്ട് കൽപ്പറ്റ DYSP നമ്മളെ വീട്ടിൽ വരുന്നത്. ഫെബ്രുവരി 25. അന്ന് ഞാനും എൻ്റെ അളിയൻ ഷിബുവും സിദ്ധാർത്ഥൻ അമ്മാവൻ ഷിബുവുമായിട്ട് മൊഴി കൊടുത്തതിൽ എന്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതേ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം അവിടെ കണ്ടുപിടിച്ചതും, അതേ പ്രതികളെ തന്നെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രതികൾ എണ്ണം കൂടിയിട്ടുണ്ട്, ശരിയാ. പറഞ്ഞിട്ടുള്ള പ്രതികളും അതേ പ്രതികൾ. അവിടെ എന്തൊക്കെ സംഭവിച്ചു, ആ പാറപ്പുറത്ത് പോയിട്ട് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ വാട്ടർ ടാങ്കിൻ്റെ അവിടെ പോയിട്ട് എന്ത് സംഭവിച്ചു, സെൻട്രൽ കോർട്ട്യാർഡിൻ്റെ അവിടെ എന്ത് സംഭവിച്ചു, അവൻ എന്തൊക്കെ ചെയ്തു, അതേ കാര്യങ്ങൾ അതേ കണക്കിന് അദ്ദേഹം കണ്ടുപിടിച്ചു. അത് തന്നെ, അത് അത്രയും കണ്ടുപിടിച്ച് നമ്മൾ അദ്ദേഹത്തിന് കൊടുത്തു. അത് തന്നെ എഴുതി വെച്ചു. അതിൽ കൂടുതലൊന്നുമില്ല. അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച് കൊടുക്കണമെന്നാണ് പറയുന്നത്. അത്രയും ഉണ്ട്. അതിലങ്ങ് നിന്നു. അതിൽ 10-20 പേര് വെച്ച് അങ്ങ് നിന്നു. അല്ലെങ്കിൽ ആൾക്കാരെ കൂടുതൽ കണ്ടുപിടിച്ചതിൽ അന്വേഷണം മതിയാക്കാൻ പറഞ്ഞിട്ടില്ല. CBI അന്വേഷണം പ്രഖ്യാപിച്ചേ ഉള്ളൂ 29-ാം തീയതി. അന്ന് മുതൽ അന്വേഷണം മതിയാക്കി. അത് കഴിഞ്ഞ് അപ്പോഴും തന്നെ ആൻറ്റി റാഗിങ് സ്ക്വാഡിൻ്റെ അവസാനത്തെ ഒരു ലിസ്റ്റ് വന്നു. അതെ, ആ ലിസ്റ്റ് വന്നിട്ട് അതിൽ കുറച്ച് പേര് പറയുന്നുണ്ട്, കുറച്ച് ആൾക്കാരെ പറയുന്നുണ്ട്. ആ പെൺകുട്ടി ആ പാറപ്പുറത്തിരുന്ന് വീഡിയോ പിടിച്ച് രസിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി അവനെ മർദ്ദിക്കുന്നത് കണ്ടത് വളരെ വളരെ മൃഗീയമായിട്ട് രസിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി, 2 പെൺകുട്ടികൾ ആൻറ്റി റാഗിങ് സ്ക്വാഡിൽ പറയുന്നുണ്ട്. അതിൽ കാന്തനാഥൻ, ഈ അസിസ്റ്റന്റ് വാർഡൻ കാന്തനാഥൻ, അവനെ ഈ 3 ദിവസം ഈ മർദ്ദനം നടന്നിട്ടുള്ളതിന് വ്യക്തമായി പങ്കുണ്ടെന്നുള്ള വ്യക്തമായി അവനെ അറിയിച്ചിട്ടുണ്ട്. അവൻ ഇതിന് ആക്ഷൻ എടുത്തിട്ടില്ല എന്ന് ആൻറ്റി റാഗിങ് സ്ക്വാഡുകാർ പറയുന്നുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ഡീനിന് ഇതിനെക്കുറിച്ച് അറിയാം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് CBI അന്വേഷണം വന്നിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടില്ല. അത്രയും ഒരു ആൻറ്റി റാഗിങ് സ്ക്വാഡ് കൊടുത്തിട്ട് കൈവെള്ളയിലെടുത്ത് കൊടുക്കും പോലെ ഒരു ലിസ്റ്റ് കൊടുത്ത് തെളിവ് കൊടുത്തിട്ട് ഈ പോലീസ് എന്തുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ചോദ്യം ചെയ്തില്ല? സിദ്ധാർത്ഥനെ പാറപ്പുറത്ത് കൊണ്ടുപോയി മർദ്ദിച്ച സമയത്ത് ബാഹ്യശക്തികളുടെ ഇടപെടൽ കൂടി ഉണ്ടായിരുന്നു, അവരുടെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് കാണണം. കണ്ടില്ല എന്നുണ്ടെങ്കിൽ കാര്യം എന്ന് പറഞ്ഞാൽ അവനെ മർദ്ദിച്ച രീതിയും കൊലപ്പെടുത്തിയ രീതിയും എന്ന് പറയുന്നത് സാധാരണ ഒരു ക്യാമ്പസിൽ നടത്തുന്ന രീതിയല്ല, അത് നമ്മൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ കൊണ്ട് പലയിടത്തും കാണിച്ചു. നമുക്ക് ആവശ്യം എൻ്റെതാണല്ലോ. ഞാൻ പല ഡോക്ടർമാരുടെ അടുത്തും കാണിച്ചു, പല IPS ഉദ്യോഗസ്ഥരുടെ അടുത്തും കാണിച്ചു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്തിട്ട് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വായിച്ച് നോക്കി, കൂടുതൽ മനസ്സിലാവുന്നില്ല. എല്ലാവരുടെയും അഭിപ്രായം ഇത് തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പം സാധാരണ ഒരു മർദ്ദനവും കാര്യമൊന്നുമില്ല. ഇത് വളരെ ട്രെയിൻഡായിട്ടുള്ള ആൾക്കാർ ചെയ്തിരിക്കുക.
ചിലപ്പോൾ പുറമേ നിന്ന് ഒന്നുകിൽ ഇവർക്ക് ഈ SOP എന്നുള്ള തീവ്രവാദി സംഘടനയ്ക്ക് പുറമേ നിന്നുള്ള മാവോയിസ്റ്റിനോ അല്ലെങ്കിൽ നക്സലോ അങ്ങനെയുള്ള കാര്യം എന്നുള്ള ഒരു ഇത് കാണണം, ഒരു ട്രെയിനിങ് കിട്ടി കാണണം. ഇല്ലെങ്കിൽ കിട്ടിയ ട്രെയിനിങ് ഇവർ പരീക്ഷിച്ചതായിരിക്കും സിദ്ധാർത്ഥൻ്റെ മേളിൽ.